ഇപ്പോൾ 2-3 ഞായറാഴ്ചയായിട്ട് ഞാൻ രാവിലത്തെ കുർബാനയ്ക്കാണ് കേട്ടോ പോണേ. സാവിച്ചേട്ടൻ രണ്ടാമത്തെ കുർബാനയ്ക്ക് പോയിട്ട് കാറ്റീസം കഴിഞ്ഞ് വരുമ്പോൾ കുട്ടാപ്പിനെ എടുത്തിട്ടാണ് വരിക. അപ്പോൾ കുർബാനയൊക്കെ കഴിഞ്ഞ് വന്ന് ഇതാ ചായയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു. ഒരു കട്ടൻ ചായയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു പ്രിയം എല്ലാവർക്കും. അപ്പോൾ ഈ കട്ടൻ ചായയൊക്കെ തിളപ്പിച്ച് നമ്മൾ കുട്ടാപ്പനെ വിളിക്കാനായിട്ട് പോയി. കുട്ടാപ്പനെ അങ്ങനെ റെഡിയാക്കി ഫ്രഷാക്കി നിർത്തിയേക്കാണ്. കാറ്റീസത്തിന് പോകാനായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ നേരത്തെ കഴിച്ചു. അങ്ങനെ പോണ സമയത്താണ് മുളക് ചെടിയിൽ മുളക് ഉണ്ടായിട്ടുണ്ടെന്ന് കാണിച്ചു തന്നത്. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ കുട്ടാപ്പ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പറിച്ചിട്ടോളോ ഞാൻ വരുമ്പോഴേക്കുമെന്ന്, അല്ലെങ്കിൽ ഞാൻ നോക്കും, ഞാൻ ചെക്ക് ചെയ്യുന്നു പറഞ്ഞിട്ടാണ് പോയത്. അപ്പോൾ ഈ മുളകാണ് കുട്ടാപ്പ് പറിക്കണമെന്ന് പറഞ്ഞിട്ട് പോയത്. അപ്പോൾ പിന്നെ പറിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഈ മുളക് ചെടിയൊക്കെ വെച്ചിരിക്കുന്നത് പപ്പയാണ്. അപ്പോൾ അതിന് ചെറുതായിട്ട് മണ്ണ് തടം കോരണതും നനയ്ക്കണതൊക്കെ പപ്പ തന്നെയാണ്. പപ്പയ്ക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആട്ടോ. അങ്ങനെ 2 മുളക് ഉണ്ടായിരുന്നുള്ളൂ. അത് നമ്മൾ പറിച്ചെടുത്തു. അതിന് മുമ്പ് കുറച്ചധികം ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ സാവി ചേട്ടൻ കുറച്ച് തക്കാളിയുടെ തൈകളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ അൽത്തുകുലത്ത് പള്ളികളൊക്കെ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഉച്ചയ്ക്ക് സമയം. അപ്പോൾ ഇന്ന് വെച്ചിരിക്കുന്നത് ബിരിയാണി ആയിരുന്നു. ഈ ബിരിയാണിയും ചിക്കൻ കറിയും എൻ്റെ ഒരു കോൺഫിഡൻസ് ആയിട്ടാട്ടോ. എനിക്ക് ഭയങ്കര എന്താ പറയുക, സക്സസ് ആവും ഉള്ളൊരു ഐറ്റമാണ് ഇത്. സാധാരണ ചിക്കൻ കറിയൊക്കെ ഫ്ലോപ്പ് ആവാറുണ്ട്, പക്ഷേ ഈ ഒരു റെസിപ്പി എനിക്ക് ഭയങ്കര ഒരു കോൺഫിഡൻസ് ഉള്ളൊരു ഐറ്റമാണ്. അങ്ങനെ ബിരിയാണിയും ചിക്കനും അതുപോലെ പപ്പടം, സർലാസ്, മുട്ട ഒക്കെ ഉണ്ടായിരുന്നു. ഒരു കുറവുണ്ടായിരുന്നത് പറഞ്ഞത് അച്ചാറായിരുന്നു. മൊത്തത്തിൽ നമ്മൾ അച്ചാർ ഇവിടെ അങ്ങനെ വാങ്ങിച്ച് വെക്കാറില്ല. പിന്നെ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കുക, ഇഞ്ചമ്പുളി വാങ്ങിച്ച് വയ്ക്കാറുണ്ട്. അച്ചാർ നമ്മളങ്ങനെ വാങ്ങിച്ച് വയ്ക്കാറില്ല. അത് കാരണം ആ ഒരു കുറവുണ്ടായിരുന്നു. അത് സാവിച്ചായിട്ട് എടുത്ത് പറയുകയും ചെയ്തു. അങ്ങനെ ചിക്കനും പപ്പടവും മുട്ടയൊക്കെ കൂട്ടിയിട്ട് ഒരു പിടി അങ്ങോട്ട് പിടിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ എന്താ, ഒരു ഉറക്കം, സുഖമായിട്ടുള്ള ഉറക്കം. ഉറങ്ങിയില്ലെങ്കിൽ ഞായറാഴ്ച എന്തോ കംപ്ലീറ്റ് ആവാത്ത പോലെയാണ്. അപ്പോൾ ഓക്കെ, ബൈ.